നമസ്കാരം. ന്യൂസ് ലോബി ടി വിയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകളും ഈ PR വർക്കുകളും ഒക്കെ കണ്ടാൽ സത്യത്തിൽ എന്താണ് പറയേണ്ടതെന്ന് പോലും അറിയാൻ പറ്റാത്ത അവസ്ഥയിലാണ്. ഈയിടയ്ക്കൊരു വീഡിയോ ഇറങ്ങി, നിങ്ങൾ കണ്ടു കാണും. ആ വീഡിയോ പ്രചരിപ്പിക്കുന്നവർക്കും അത് ഷെയർ ചെയ്യുന്നവർക്കുമൊക്കെ എതിരെ പോലീസ് കേസെടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ കേസെടുത്തെന്ന് പറയുന്നു, ആരെയൊക്കെയാണ് ആ കേസിൽ പ്രതി ചേർത്തതെന്നും അറിയാനും പാടില്ല. കാരണം മാർട്ടിൻ എന്ന് പറയുന്ന അതിലെ 2ാം പ്രതിയുടെ വീഡിയോ ആണ് ഷെയർ ചെയ്തത്. ഒരു കാറിനകത്തിരുന്ന് ഒരു സ്ക്രിപ്റ്റ് വെച്ച് വളരെ വ്യക്തമായി പറയുന്ന ഒരു വീഡിയോ. അത് സ്ക്രിപ്റ്റഡ് ആണെന്ന് കണ്ടാൽ തന്നെ അറിയാം. അത് ഏറ്റവും കൂടുതൽ ഷെയർ ചെയ്തിരിക്കുന്നത് സമൂഹ മാധ്യമങ്ങളിൽ ഒരു വക്കീലാണ്. അഡ്വക്കേറ്റ് ശ്രീജിത്ത് പെരുമന എന്ന് പറയുന്ന വക്കീലാണ് ഏറ്റവും കൂടുതൽ ഇത് ഷെയർ ചെയ്തിരിക്കുന്നത്. എനിക്കൊക്കെ ഇത് ഷെയർ ചെയ്ത് കിട്ടി. അഡ്വക്കേറ്റ് ശ്രീജിത്ത് പെരുമനയുടെ പേരിലുള്ള ആ ഷെയറാണ് എനിക്കും വന്നത്. വിധിന്യായം കഴിഞ്ഞതിന് ശേഷം, വിധിന്യായം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ, അല്ലെങ്കിൽ അത് പറയുന്നതിന് നാളുകൾക്ക് മുമ്പ് തന്നെ 8ാം പ്രതിയായ ദിലീപിന് വളരെ വ്യക്തമായി അറിയാമായിരുന്നു തനിക്ക് അനുകൂലമാണ് വിധി എന്നറിയാമായിരുന്നു എന്ന് തോന്നുന്നു. അതിനാലാവണമല്ലോ സിനിമയുടെ റിലീസും സിനിമയുടെ പ്രമേയം വരെ തന്നെ നിരപരാധിയാക്കിയുള്ള ചില കളികളും അതോടൊപ്പം ഇങ്ങനെയുള്ള PR വർക്കുകളും വിധിന്യായത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ തന്നെ ആഴ്ചകൾക്ക് മുമ്പേ പുറത്തു വരുന്നതുമൊക്കെയുള്ള കാര്യങ്ങൾ അങ്ങനെയാണല്ലോ. എന്നാണെങ്കിലും ഈ മാർട്ടിൻ്റെ വീഡിയോ ഇറക്കി കഴിഞ്ഞപ്പോൾ സുരേഷ് കുമാർ എന്ന് പറയുന്ന ഒരാൾ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിരുന്നു. ബഹുമാനപ്പെട്ട ശ്രീ ദിലീപ്, താങ്കൾ 8ാം പ്രതിയായിരുന്ന കൊച്ചിയിൽ ഒരു പെൺകുട്ടി ബലാത്സംഗം ചെയ്യപ്പെട്ട കേസിൽ ഇപ്പോൾ 20 വർഷം കഠിന തടവിന് ശിക്ഷിക്കപ്പെട്ട 2ാം പ്രതി മാർട്ടിൻ്റെ ഒരു പഴയ വീഡിയോ പൊക്കിപ്പിടിച്ച് പേട്ടൻ പാവാട, ആ നടി അവളെ തന്നെ മാനഭംഗപ്പെടുത്താൻ സ്വയം കൊടുത്ത കൊട്ടേഷൻ ആയിരുന്നടാ, ഞങ്ങളുടെ പേട്ടൻ പുണ്യാളൻ ആണടാ മുതലായ നാണം കെട്ട നാറിയ വാദങ്ങൾ സൈബറിടങ്ങളിൽ പ്രചരിപ്പിച്ചുകൊണ്ട് ഈ നാട്ടിൽ ഒരു കൂട്ടം വാഴകൾ ഇറങ്ങിയിരിക്കുന്ന വിവരം താങ്കൾ അറിഞ്ഞിരിക്കുമല്ലോ. താങ്കൾ അറിഞ്ഞിരിക്കുക മാത്രമല്ല, താങ്കളുടെ പൂർണ്ണ ആശീർവാദത്തോടെ താങ്കളുടെ ഫണ്ടിങ്ങോടെ തന്നെ നടക്കുന്ന ഒരു നാറിയ PR നാടകമാണ് ഈ അരങ്ങേറുന്നത് എന്ന ഉത്തമ ബോധത്തോടെ തന്നെയാണ് ഞാൻ താങ്കൾക്ക് ഈ തുറന്ന കത്ത് എഴുതുന്നത്. താങ്കൾക്ക് വേണ്ടി പൊതുസമൂഹത്തിന് മുൻപിലും ചാനൽ ചർച്ചകളിലും പങ്കെടുത്ത് ഈ നാട്ടിൽ നിലയും വിലയുമുണ്ട് എന്നൊരു തെറ്റിദ്ധാരണ ജനങ്ങളിൽ തോന്നിപ്പിച്ചിട്ടുള്ള ചില നാറിയ ക്രിമിനലുകളുടെ നേതൃത്വത്തിൽ തന്നെയാണ് ഈ വീഡിയോ പ്രചരിപ്പിച്ചു തുടങ്ങിയത്. അത് യൂട്യൂബിലും മറ്റ് സമൂഹ മാധ്യമങ്ങളിലും ഏറ്റെടുത്ത് പ്രചരിപ്പിക്കുന്നത് കാശ് മേടിച്ച് സിനിമാ പ്രമോഷനുകളും പരസ്യങ്ങളും ചെയ്യുന്ന യൂട്യൂബർമാരും മറ്റ് സോഷ്യൽ മീഡിയ പേജുകളുമാണ് എന്നും മനസ്സിലാക്കാതിരിക്കാൻ കേരളത്തിലെ മുഴുവൻ ജനങ്ങളും താങ്കളുടെ കയ്യിൽ നിന്ന് കാശെണ്ണി മേടിക്കുന്ന നാണം കെട്ട ക്രിമിനലുകൾ അല്ല എന്ന് താങ്കൾ മനസ്സിലാക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ശ്രീ ദിലീപ്, അറപ്പാണ് തോന്നുന്നത് നിങ്ങളോടും നിങ്ങളുടെ കാശ് മേടിച്ച് നക്കി ഇമാതിരി പിതൃശൂന്യതകൾ പ്രചരിപ്പിക്കാൻ നടക്കുന്ന നാറിയ ക്രിമിനലുകളോടും. വളരെ കുറച്ച് ഞരമ്പ് രോഗികളെ ത്രസിപ്പിക്കാനും അവരുടെ മനസ്സിൽ ചെറിയ ചില സംശയങ്ങൾ ജനിപ്പിക്കാനും മാത്രമേ നിങ്ങളുടെ ഈ നെറികെട്ട നാറിയ നാടകങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് സാധിക്കും. കേരളത്തിലെ ബഹുഭൂരിപക്ഷം ജനങ്ങളും നിങ്ങൾ കുറ്റക്കാരനാണെന്നും നിങ്ങളുടെ പണവും സ്വാധീനവും ഉപയോഗിച്ചാണ് ഈ കേസിൽ നിന്ന് ഊരിപ്പോന്നതെന്നും ആ വിചാരണ കോടതി അതിജീവിതയോട് കാണിച്ചത് ശുദ്ധ അനീതിയും തോന്നിവാസവുമാണ് എന്നും ഉറച്ചു വിശ്വസിക്കുന്നു. കാരണം അതിനുള്ള കൃത്യമായ തെളിവുകൾ കേരള മനസാക്ഷിക്ക് മുൻപിൽ പകൽ പോലെ വ്യക്തമായിട്ടുണ്ട്. താങ്കൾ എന്താണ് വിചാരിച്ചത്? ഒരു പെൺകുട്ടിയോട് ചെയ്യാവുന്ന ദ്രോഹം മുഴുവൻ ചെയ്ത് 8.5 വർഷം അവളെ നരകിപ്പിച്ച് കൊല്ലാക്കൊല ചെയ്തിട്ട് താങ്കളുടെ കയ്യിൽ ഇനിയും ഒരുപാട് കാശിരുന്ന് കുത്തുന്നത് കൊണ്ട് ഇതുപോലുള്ള നാറിയ ക്രിമിനലുകളെ വാടകയ്ക്കെടുത്ത് ഇനിയും അവൾക്കെതിരെ അശ്ലീല കഥകൾ പ്രചരിപ്പിച്ച് സൈബർ ആക്രമണം നടത്തിച്ച് അവളെ ആത്മഹത്യയിലേക്ക് തള്ളിവിടാം എന്നാണോ?
ശരിക്കും അറിഞ്ഞുകൂടാത്തത് കൊണ്ട് ചോദിക്കുകയാണ്, മനുഷ്യർ തന്നെയാണോ നിങ്ങളൊക്കെ? ഇങ്ങനെ വേട്ടപ്പട്ടികളെ വിട്ട് അവളെ ഇനിയും ഇഞ്ചിഞ്ചായി കടിച്ചു കീറി കൊല്ലാനാണ് നിങ്ങൾ തീരുമാനിച്ചിരിക്കുന്നതെങ്കിൽ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ ശ്രീ ദിലീപ്, നിങ്ങളെ അതിന് അനുവദിക്കില്ല. ഞാനിപ്പോൾ സംസാരിക്കുന്ന ശബ്ദം എൻ്റേതു മാത്രമല്ല. ആ പെൺകുട്ടിയോട് നിങ്ങളും ആ വിചാരണ കോടതിയും ഈ സിസ്റ്റം മുഴുവനും ചെയ്തത് കൊടികെട്ടിയ അനീതിയും അന്യായവും ക്രൂരതയുമാണെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന കോടിക്കണക്കിന് മലയാളികളുടെയും കൂടെയുള്ള ശബ്ദമാണ് ഞാനിപ്പോൾ. ഇതൊരു അന്ത്യശാസനം ആയി തന്നെ കൂട്ടിക്കോളൂ. കോടിക്കണക്കിന് ജനങ്ങൾ ഇത്രയും വലിയ നെറികെട്ട നാണം കെട്ട ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ അനീതി നടപ്പാക്കുന്നത് കണ്ട് സഹികെട്ട് ഗതികെട്ട് നിങ്ങൾക്ക് തരുന്ന ഒരു ജനകീയ അന്ത്യശാസനം ആയി തന്നെ കണക്കാക്കിക്കോളൂ. താങ്കളുടെ വേട്ടപ്പട്ടികൾ ആ പെൺകുട്ടിക്കെതിരെ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന തന്തയില്ല സൈബർ ആക്രമണങ്ങൾ താങ്കൾ ഇടപെട്ട് ഉടനടി തന്നെ അവസാനിപ്പിച്ചില്ലെങ്കിൽ കേരളത്തിൽ മാത്രമല്ല ലോകത്ത് മലയാളികളുള്ള എല്ലായിടത്തും കോടിക്കണക്കിന് ജനങ്ങൾ തെരുവിലിറങ്ങും. കാരണം മനുഷ്യനും മനുഷ്യന്റെ മനസാക്ഷിക്കും സഹിക്കാവുന്നതിന് ഒരു പരിധിയുണ്ട്. നിങ്ങളിപ്പോൾ ക്ഷണിച്ചു വരുത്തുന്നത് ഈ സംസ്ഥാനം ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത ഒരു വലിയ ജനകീയ പ്രക്ഷോഭത്തിനെയും പ്രതിഷേധത്തിനെയുമാണ്. നിങ്ങൾക്ക് ചിന്തിക്കാവുന്നതിലും നിങ്ങൾക്ക് താങ്ങാവുന്നതിലും ഒരുപാട് അപ്പുറം നിൽക്കാൻ പോകുന്ന ഒരു ജനകീയ സമരമാണ് നിങ്ങൾ ക്ഷണിച്ചു വരുത്തുന്നത്. കാശുകൊണ്ട് തുലാഭാരം നടത്തി താങ്കൾക്ക് ജഡ്ജിമാരെയും കോടതികളെയും സൈബർ ഗുണ്ടകളെയും വേട്ടപ്പട്ടികളെയും വിലയ്ക്ക് വാങ്ങാം. പക്ഷേ താങ്കൾക്ക് മുന്നിൽ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്ന ഒരു വിൽപ്പന ചരക്കല്ല മലയാളി മനസാക്ഷി. താങ്കളെ അകമഴിഞ്ഞ് സേവിച്ച വിചാരണ കോടതിക്ക് പോലും ഈ പറഞ്ഞ മാർട്ടിനടക്കമുള്ളവർ ചെയ്തത് ക്രിമിനൽ കുറ്റമല്ലായിരുന്നു എന്നൊരു അഭിപ്രായം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ആ കോടതി പോലും ശിക്ഷിച്ച ഈ മാർട്ടിന്റെ വീഡിയോ പ്രചരിപ്പിച്ചാൽ ആ നാറയുടെ വാക്ക് വിശ്വസിച്ച് കേരളം മുഴുവൻ അതിജീവിതയെ അവിശ്വസിക്കും. ലോകം മുഴുവൻ ദിലീപ് തരംഗം ആഞ്ഞു വീശും എന്നൊക്കെ നിങ്ങളെ പറഞ്ഞ് വിശ്വസിപ്പിച്ച ക്രിമിനലുകൾ എത്ര മണ്ടന്മാരാണെന്ന് ചിന്തിക്കാനുള്ള ബുദ്ധിശേഷിയെങ്കിലും നിങ്ങൾക്ക് ബാക്കിയുണ്ടോ ശ്രീ ദിലീപ്? നിങ്ങളുടെ വേട്ടപ്പട്ടികൾ ഇന്ന് ആ ശിക്ഷിക്കപ്പെട്ട മാർട്ടിന്റെ വാക്കുകൾ വേദവാക്യമാക്കി എടുത്ത് പ്രചരിപ്പിക്കുന്നത് തന്നെയല്ലേ ശ്രീ ദിലീപ്? പൾസർ സുനിയും ഈ മാർട്ടിനും അടക്കമുള്ള മുഴുവൻ ക്രിമിനലുകളും നിങ്ങളുടെ ഗുണ്ടകൾ തന്നെ ആയിരുന്നു എന്ന് കേരള പൊതുസമൂഹത്തിന് മുന്നിൽ തെളിയിച്ചു തരുന്ന ഏറ്റവും വലിയ തെളിവ്. അവരുടെ തലവൻ നിങ്ങൾ തന്നെ ആയിരുന്നു എന്നതിന് ഏറ്റവും വലിയ തെളിവ്. എല്ലാം കഴിഞ്ഞ ഇപ്പോൾ ചില മുഖ്യധാരാ മാധ്യമങ്ങളെ കൊണ്ടുപോലും താങ്കളെ വൈറ്റ് വാഷ് ചെയ്യുന്ന ജോലികൾ ഒരു വശത്ത്, മറുവശത്ത് സൈബറിടങ്ങളിലെ ഈ നാറിയ പിതൃശൂന്യ കുപ്രചരണങ്ങൾ മനോഹരമായ ഗെയിം പ്ലാൻ തന്നെ. നട്ടെല്ല് പോട്ടെ, അതിൻ്റെ സ്ഥാനത്തൊരു ചുള്ളിക്കമ്പോ ഒരു വാഴത്തണ്ടോ എങ്കിലും ബാക്കിയുണ്ടായിരുന്ന ഒരു പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഈ നാട്ടിലുണ്ടായിരുന്നെങ്കിൽ എന്ന് ഒരു മാത്രം വെറുതെ ഞാൻ നനച്ചുപോയി. ഇത്രയും ക്രൂരത അനുഭവിച്ച ഇത്രയും പ്രമാദമായ ഒരു കേസിലെ ഒരു അതിജീവിതയ്ക്കെതിരെ ഇത്രയും പകൽ വെളിച്ചത്തിൽ ഇത്രയും തീവ്രമായ ക്രൂരമായ ഒരു സൈബർ ആക്രമണവും അപമാനിക്കലും അധിക്ഷേപിക്കലും നുണപ്രചാരണവും നടക്കുമ്പോൾ കേരള പോലീസ് വീണ വായിക്കുകയാണ്. നാണമുണ്ടെങ്കിൽ ആ അതിജീവിതയെ ഇപ്പോൾ അപമാനിക്കുന്ന ഒരാൾക്കെതിരെയെങ്കിലും പേരിനെങ്കിലും ഈ കേരള പോലീസ് ഒരു കേസെടുത്തേനെ. അതുപോട്ടെ ശ്രീ ദിലീപ്, ഞാൻ നിങ്ങളുടെ ശത്രുവല്ല, പഴയ ഒരു ആരാധകനാണ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായി ക്ലാസ് കട്ട് ചെയ്ത് പോയി കണ്ട സിനിമ CID മൂസയാണ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ തവണ തിയേറ്ററിൽ പോയി കണ്ട സിനിമ മീശ മാധവനാണ്. നിങ്ങളെ എൻ്റെ സ്വന്തം ചേട്ടനെ പോലെ പോലും കണ്ടിരുന്ന ഒരാളായിരുന്നു ഞാൻ. ഈ കേസ് സംഭവിക്കുന്നതിന് ഒരുപാട് വർഷം മുൻപ് ഞാൻ ഈ കാര്യങ്ങൾ എൻ്റെ ഈ ഫേസ്ബുക്കിൽ തന്നെ എഴുതിയിട്ടുള്ള പോസ്റ്റുകൾ ഇപ്പോഴും ഇതിൽ തന്നെ കാണും. 2004-2007 കാലഘട്ടത്തിൽ മാർവാനിയസ് കോളേജിൽ മാസ് കമ്മ്യൂണിക്കേഷൻസിൽ ഡിഗ്രി ചെയ്തിരുന്ന ഒരാളാണ് ഞാൻ. അമ്മ എന്നെ പഠിപ്പിച്ച ഒരു ടീച്ചറുണ്ട്, പേര് നയന. ഈ അടുത്ത കാലം വരെ സെൻസർ ബോർഡ് അംഗമായിരുന്നു പുള്ളിക്കാരി. ആ ടീച്ചറുടെ ക്ലാസ്സിൽ തന്നെ ഒരു അസൈൻമെൻ്റ് ആയിരുന്നു നിങ്ങൾ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന ഒരു വ്യക്തിത്വത്തെക്കുറിച്ച് ആഴത്തിൽ പഠിച്ച് റിപ്പോർട്ട് തയ്യാറാക്കി സബ്മിറ്റ് ചെയ്യാൻ. ക്ലാസ്സിലെ ബാക്കിയുള്ളവരെല്ലാം അബ്ദുൽ കലാം, ഗാന്ധിജി, ഐസക് ന്യൂട്ടൻ, എബ്രഹാം ലിങ്കൺ തുടങ്ങിയവരെ കുറിച്ചൊക്കെ എഴുതിയപ്പോൾ ഞാൻ എഴുതിയത് നിങ്ങളെക്കുറിച്ചായിരുന്നു ശ്രീ ദിലീപ്. ആ കാലഘട്ടത്തിൽ എൻ്റെ ഡിപ്പാർട്ട്മെന്റിൽ പഠിച്ചിരുന്ന പലരും ഇന്ന് വിവിധ മാധ്യമങ്ങളിലും സിനിമയിൽ തന്നെയും ജോലി ചെയ്യുന്നുണ്ട്. അവരോട് ആരോടെങ്കിലും നിങ്ങളൊന്ന് ചോദിച്ചു നോക്കൂ, അല്ലെങ്കിൽ എന്നെ പഠിപ്പിച്ച ഈ നയന മിസ്സിനോട് നിങ്ങളൊന്ന് ചോദിച്ചു നോക്കൂ.
അവർ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ദിലീപ് ആരാധകൻ ആരായിരുന്നു എന്ന്. ഒറ്റ പേരെ അവർ പറയൂ, എൻ്റേത്. ഞാൻ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തിരുന്ന ആ ദിലീപ് അല്ല നിങ്ങളെന്ന്. ആ പെൺകുട്ടിയോട് നിങ്ങളും നിങ്ങളുടെ വിചാരണ കോടതിയും ഇപ്പോൾ നിങ്ങളുടെ സൈബർ ഗുണ്ടകളും വേട്ടപ്പട്ടികളും ചെയ്യുന്നത് ദൈവം പോലും പൊറുക്കാത്ത കൊടും ക്രൂരതയാണ്. KSRTC ബസ് പറക്കും തളികെ ആക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് സമരം നടത്തിയ ആ അമ്മയുടേത് ഒരു ഒറ്റയാൾ സമരമായിരുന്നു എന്ന് നിങ്ങൾ കരുതരുത്. കോടതി ആ കുട്ടിയോട് കാണിച്ച അന്യായങ്ങൾക്കെതിരെ ഞാൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പ്രതികരിച്ചപ്പോൾ 10,000-കണക്കിന് ആളുകളാണ് കമന്റുകളായും പേഴ്സണൽ മെസ്സേജുകളായും എനിക്ക് നേരിട്ട് പിന്തുണയും അനുഗ്രഹങ്ങളും അറിയിച്ചിട്ടുള്ളത്. എനിക്കിപ്പോഴും വായിച്ചു തീർക്കാൻ പറ്റാത്ത അത്രയും പ്രതികരണങ്ങൾ, അതിൽ ബഹുഭൂരിപക്ഷവും അമ്മമാരും പെങ്ങന്മാരുമാണ്. താങ്കൾക്കെതിരെ ഇന്ന് ഈ നിലപാടെടുക്കുന്നതിൻ്റെ പേരിൽ ജീവിതത്തിൽ പല നഷ്ടങ്ങളും ഞാൻ നേരിടേണ്ടി വന്നേക്കാം, ഒരുപക്ഷെ ജീവൻ തന്നെ നഷ്ടപ്പെട്ടേക്കാം എന്നുമുള്ള പൂർണ്ണ ബോധ്യത്തോടെ തന്നെയാണ് ഞാൻ എന്ന സാധാരണ പൗരൻ ഈ സമരത്തിന്, ഈ യുദ്ധത്തിന് ഇറങ്ങിത്തിരിക്കുന്നത്. ആ പാവം പെൺകുട്ടിയെ ഇനിയും നിങ്ങൾ ജീവിക്കാൻ അനുവദിച്ചില്ലെങ്കിൽ ഉറപ്പായും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കേരളം ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത ബഹുജന പ്രക്ഷോഭം ഈ നാട്ടിൽ സംഭവിക്കും. അതിൻ്റെ ഏറ്റവും മുന്നിൽ നിന്ന് നിങ്ങൾക്കെതിരെ ആദ്യത്തെ മുദ്രാവാക്യം പോലും വിളിക്കുന്നത് ഞാനായിരിക്കും. ഒരു തരി പോലും നിങ്ങളുടെ സ്വന്തമല്ലാത്ത അവളെയും അവളുടെ നെഞ്ചോട് ചേർക്കുന്ന കോടിക്കണക്കിന് നല്ലവരായ ആളുകളെയും മാത്രം, അല്ലെങ്കിൽ അവരുടെ മാത്രം നെഞ്ചിൽ ഒരാളായി ഞാനുമുണ്ടാകും സുരേഷ് കുമാർ. ഇത് ദിലീപിൻ്റെ ഒരു കടുത്ത ആരാധകനായിരുന്ന സുരേഷ് ഫേസ്ബുക്കിൽ കുറിച്ച വരികളാണ്. കാര്യങ്ങളെല്ലാം വളരെ വ്യക്തമായി സുരേഷ് പറഞ്ഞിട്ടുണ്ട്. മാറുകയാണ്. ഈ സംഭവത്തോടെ സ്ത്രീകളോടുള്ള ആറ്റിറ്റ്യൂഡ്, സ്ത്രീകൾക്ക് ഈ സംഭവത്തിൽ നീതി നിഷേധം സംഭവിച്ചതിലുള്ള കടുത്ത എതിർപ്പ് കേരളമാകെ കത്തിപ്പടരുന്നു.